ഇപ്പോൾ തന്നെ സ്വകാര്യ സർവകലാശാലകളുടെ ക്യാമ്പസ് വിദേശ സർവകലാശാലകളല്ല, ക്യാമ്പസ് കേരളത്തിൽ ഉണ്ടല്ലോ. അത് എത്രമാത്രം പ്രയോജനപ്പെടുന്നുണ്ട് അവർക്ക്? അത് മാത്രമല്ല, ചില സെമസ്റ്ററുകൾ വെളിയിൽ പോയി പേര് പറയുന്നില്ല. കേരളത്തിൽ നടത്തുന്ന സർവകലാശാലകൾ പലതും സ്വകാര്യ സർവകലാശാലകൾ അവരുടെ കുട്ടികളെ ടിൻ സമ്പ്രദായത്തിൽ, കാരണം 1-2 സെമസ്റ്റർ അവിടെ പോയി പഠിക്കും, അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു എക്സ്ചേഞ്ച് അവർ ചെയ്യുന്നുണ്ട്. അവിടുത്തെ സ്റ്റുഡൻസിനെ ഇവിടെ കൊണ്ടുവരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കുട്ടികൾ നേരിട്ട് വിദേശ സർവകലാശാലകൾ തേടി പോകുന്നതിനേക്കാൾ ഗുണകരമാണോ അല്ലയോ എന്നുള്ളത്? ഗുണകരമാണ്. എങ്കിലും വേറൊരു കാര്യം എന്നറിയാം, ഒരു സ്വകാര്യ സംവിധാനത്തിലാവുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ചൂഷണങ്ങളും അതിനകത്തുണ്ടാവും. അവിടെ ഒരു ലാഭത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. സർക്കാർ സംവിധാനത്തിൽ അതിന് വ്യത്യാസമാണ്. സർക്കാർ സംവിധാനം അതിനുണ്ടാക്കുകയാണ്. സ്വകാര്യ സർവകലാശാലകൾ വരുന്നതിന്, സ്വകാര്യ സ്ഥാപനങ്ങൾ വരുന്നതിന് സർക്കാരിനെ നിയന്ത്രിക്കാനാവുമെങ്കിൽ നിയന്ത്രണ വിധേയമായി കൊണ്ടുപോയാൽ അതിനൊക്കെ കൂടുതൽ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ. സെമസ്റ്റർ ഇൻ കേരള എന്നുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതായത് അപ്പോൾ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് നടക്കുമല്ലോ അല്ലേ? എക്സ്ചേഞ്ച് പ്രോഗ്രാം വരും. എക്സ്ചേഞ്ച് പ്രോഗ്രാം വരുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് വരുന്നത്. അതേപോലെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അതനുസരിച്ച് ഉയർന്നെങ്കിലേ എക്സ്ചേഞ്ചിന് അവർ തയ്യാറാവത്തുള്ളൂ. മനസ്സിലായില്ല? അതൊരു കാര്യമാണ്. ശ്രീ ശാർഗധരൻ, ഇതെല്ലാം കേൾക്കാൻ നല്ല പദ്ധതികളാണ് അല്ലേ? പക്ഷേ നടപ്പിലാക്കുന്ന സ്ഥലത്ത് പക്ഷേ എന്നാലും ഇച്ഛാശക്തിയോടെ ടീം വർക്കോടുകൂടി പ്രവർത്തിച്ചാൽ കുറച്ചെങ്കിലും കാര്യങ്ങൾ നടപ്പിലാവും. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാകും എന്നുള്ള ശുഭപ്രതീക്ഷയൊന്നും നമുക്കില്ല. പ്രതീക്ഷ ഇല്ലെങ്കിലും ഗവൺമെൻറ് ഇങ്ങനെ ഒരു മാറ്റത്തെ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിന് നമ്മൾ ഒരു ഓപ്റ്റിമിസ്റ്റിക് വീലാണ് അതിനെ കൊണ്ടുപോകുന്നത്. പെസിമിസം അവിടെ വരാനേ പാടില്ല. അതിൽ നമ്മൾ കേരളം മാറിയേ പറ്റൂ. ഈ ധവളപത്രമാണ് നമുക്കൊരു വളരെ വലിയ രേഖയായി മാറുന്നത്. ധവളപത്രം പരിശോധിക്കുമ്പോഴേ നമ്മളെ സംബന്ധിച്ചോളം സാമ്പത്തിക പ്രതിസന്ധി അങ്ങേയറ്റം ഗുരുതരമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് മാറ്റം തീർച്ചയായിട്ടും ഇന്നത്തെ സമ്പദ് വ്യവസ്ഥയിൽ ആവശ്യപ്പെടുന്ന, വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ മറ്റ് മേഖലയിൽ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിനനുസരിച്ച് നീങ്ങാനുള്ള ഒരു സമീപനം നമുക്കുണ്ടാവണം. ആ സമീപനം നടത്തുമെന്ന് സർക്കാർ പറയുമ്പോൾ നമ്മൾ അതിനെല്ലാം നടക്കില്ല എന്നുള്ള, ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള സമീപനത്തിലല്ല അതിനെ എടുക്കേണ്ടത്. ഒരു ഓപ്റ്റിമിസ്റ്റിക് ചിന്താഗതിയിൽ നമ്മുടെ ഏതൊരു സർക്കാർ പദ്ധതിയും വിജയിക്കണമെങ്കിൽ പ്രധാനം ബഹുജന പിന്തുണ വേണം, ബഹുജന സഹകരണം വേണം. അതൊരു പ്രധാനപ്പെട്ട എലിമെൻ്റാണ്. അതിൽ ജനങ്ങളുടെ ഇപ്പം നമ്മൾ തന്നെ ഈ പരിപാടി നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് നമ്മൾ എത്തിക്കേണ്ട ഒരു മെസ്സേജ് വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ പലതരത്തിലുള്ള പ്രതിസന്ധികളെയും പലതരത്തിലുള്ള പ്രശ്നങ്ങളെയും ഒക്കെ തരണം ചെയ്ത് മാത്രമേ നടപ്പിലാക്കാൻ ഒക്കൂ. എങ്കിലും ഇങ്ങനെ ഒരു സമീപനം സർക്കാർ എടുത്തതിനെ ശ്ലാഘിക്കാതിരിക്കാൻ ഒക്കില്ല. തീർച്ചയായിട്ടും നമ്മൾ അതിനെ ശ്ലാഘിക്കേണ്ടതാണ്. ആ കാര്യത്തിൽ ഒരു മാറ്റവും വേണ്ട. ഉദാഹരണത്തിന് തന്നെ ഇത് ഒറ്റൊരെണ്ണം എടുത്താൽ സദേൺ എക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞ കാര്യമേ വളരെ കൂടുതൽ സാമ്പത്തിക മുന്നേറ്റം നമുക്കുണ്ടാകാനുള്ളതാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ സ്വകാര്യ പങ്കാളിത്തത്തിൽ മാത്രം നിന്നാൽ ചൂഷണം എന്ന് പറയുന്നത് ചിലപ്പം വളരെ കൂടുതലായി വരും. അവിടെ നമുക്ക് മുമ്പേ നമ്മൾ തന്നെ പറഞ്ഞ വാക്കുകളിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനിലൂടെ പങ്കാളിത്തം നമ്മൾ അനുവദിക്കുന്നു. പക്ഷേ നമ്മുടെ നിയന്ത്രണം വരുത്തക്ക രീതിയിൽ സർക്കാരിൻ്റെ പൊതു പങ്കാളിത്തവും ഉണ്ടാവും. അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞേ പറ്റൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ 3 കാര്യങ്ങളും, ഒന്ന് തുറമുഖത്തിനെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, അതേപോലെ തന്നെ ധാതു സമ്പത്ത് വളരെ, ഒറീസ കഴിഞ്ഞാൽ ഒഡീഷയുടെ കാര്യം പറയുന്നെങ്കിൽ പോലും അതിനേക്കാളും കൂടുതൽ കൊല്ലത്താണ് അതിൻ്റെ സാധ്യതയെന്ന് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ BJPയുടെ ഒരു വിമർശനം വന്നിരിക്കുന്നത് സാഗർമാല പദ്ധതി ഉണ്ടല്ലോ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ട്, അപ്പോൾ അതിൻ്റെ പേര് മാറ്റി മിഷൻ സമുദ്ര എന്നാക്കി എന്നുള്ളതേ ഉള്ളൂ എന്നാണ് BJPയുടെ വിമർശനം വന്നിരിക്കുന്നത്. അതൊരു സമ്പദ് വ്യവസ്ഥയിലെ നമ്മൾ മുമ്പേ ലാൻഡ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞ കണക്കിരിക്കും. ഭൂപരിഷ്കരണ നിയമം 2 എന്ന് പറയാതെ ലാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം കുറച്ചുകൂടെ നടക്കും. അതൊക്കെ ചിലപ്പം അതൊന്നും ഒരു ഫെഡറൽ സംവിധാനത്തിലെ നമുക്ക് ഈ കേന്ദ്ര സർക്കാരിനോട് വഴക്കൂടിയൊന്നും ഒരു സർക്കാരിന് നിൽക്കാൻ ഒക്കത്തില്ല. അവരുടെ സമീപനത്തിൽ പലതിലും അതിപ്പോൾ നമ്മൾ തന്നെ പണം സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കേണ്ടി വരുന്നില്ല. മിഷൻ സമുദ്രയിലും കേന്ദ്ര സർക്കാരിൻ്റെ സഹായമില്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇതുപോലെ തന്നെ ഒട്ടും പറ്റില്ല. കൊല്ലത്തുള്ള ധാതു സന്നദ്ധത്തിൽ കേന്ദ്ര സർക്കാർ ആൾറെഡി ഒരു കോറിഡോർ പ്രഖ്യാപിച്ചാണ്, ഒരു ഇടനാഴി പ്രഖ്യാപിച്ചാണ്. നമ്മളെ ഇടനാഴി ഒന്ന് വികസിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. അവിടെ ബ്ലൂ എക്കണോമി പറഞ്ഞിട്ടുള്ള സമുദ്ര സമ്പത്തിൻ്റെ കാര്യത്തിനെ കൂടെ ചേർത്താലപ്പുഴ കേന്ദ്രീകരിച്ച് കൊണ്ടുവരണം. 3 നിൽക്കുമ്പോഴത്തെ, പക്ഷേ ഈ 3 മറുവശത്താണ് നമ്മൾ ആലോചിക്കുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക വികസനമാണ്, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ വികസനമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ മറ്റൊരു മാർഗവുമില്ലാതെ നിൽക്കുന്നവരാണ്. ഞാൻ ഉദാഹരണം കൃത്യം പറയാം. 91 ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞ പുത്തൻ സാമ്പത്തികമായി മൻമോഹൻ സിംഗ് വന്നപ്പോഴും നമ്മളെല്ലാം എതിർത്തവരാണ്. പക്ഷേ നമ്മളിത് 2026 ഇവിടെ നിൽക്കുന്നു. ഇത്രയും 35 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിലേക്ക് മാത്രം ആശ്രയിച്ചല്ലേ നിൽക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനമല്ലേ ഇന്ത്യ ആകെ മാറ്റിയത്. ഇതിൽ നമുക്ക് തീർച്ചയായിട്ടും സ്വകാര്യത്തിൽ കുത്തകകൾ വളരും,
അവർ ചൂഷണം ചെയ്യും. ഉണ്ടാകുന്ന മൊത്തത്തിൻ്റെ ദേശീയ സമ്പത്ത് നോക്കിയാൽ 10% പേരിൽ, അല്ലെങ്കിൽ ഒന്നുകൂടെ ചെല്ലെങ്കിൽ 1% പേരിലായിരിക്കും എൻ്റെ ഇരിക്കുക. അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ മൊത്തത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന മാറ്റം, രാജ്യത്തിന് വരുന്ന മാറ്റം, സാമൂഹികമായ മാറ്റം, സാമ്പത്തികമായ പുരോഗതി, ഇതൊക്കെ കൂടി നമ്മൾ ഒത്തൊരുമിച്ചെടുക്കുമ്പോഴത്തേക്കും മറ്റ് മാർഗ്ഗങ്ങളില്ല എന്നുള്ളതിനെ നമ്മൾ എടുക്കണം. ഞാനതിന് ഉദാഹരണം ഇത് തന്നെ പറഞ്ഞത് ന്യൂ എക്കണോമിക് പോളിസിയുടെ കാര്യമാണ്. മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന മൻമോഹൻ സിംഗിനെ എതിർത്തവരാണ് എല്ലാവരും. പക്ഷേ 2014 മൻമോഹൻ സിംഗ് പോകുമ്പോൾ അതിനെ ഏത് രീതിയിൽ രൂപപ്പെടുത്തിയോ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോഴും നിൽക്കുന്നതെന്നുള്ളതാണ് സത്യം. അത് കോൺഗ്രസ് ആയാലും സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന മെഡിസപ്പ് പദ്ധതിയിൽ ചില മാറ്റങ്ങൾ വരുത്തുമെന്നുള്ള പ്രഖ്യാപനമുണ്ട്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായിരുന്നു മെഡിസപ്പ് പദ്ധതിയുടെ ആനുകൂല്യം. അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും, അത് ചില പരാതികൾ വന്നിട്ടുണ്ട്. അപ്പോൾ കാലോചിതമായിട്ടുള്ള പരിഷ്കാരം അക്കാര്യത്തിൽ വേണ്ടിവരുമെന്നുള്ള കാര്യം. മറ്റൊന്ന്, സംസ്ഥാനത്ത് സമഗ്രമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. എല്ലാവരെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് 25 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഓരോ കുടുംബത്തിനും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നാണ് പേരിട്ടിരിക്കുന്നത്. 10 കോടി രൂപയെ വകയിരുത്തിയിട്ടുള്ളൂ. അത് പക്ഷേ ടോക്കൺ എന്ന രീതിയിലായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. വി.ഡി. സതീശന്റെ. അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സാമൂഹ്യ സുരക്ഷിതത്വത്തിനായി തീർച്ചയായിട്ടും വേണ്ടതാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഡോക്ടർ ശാരദൻ, ഇതിനകത്ത് ഇപ്പോൾ ഇതിന്റെ വ്യവസ്ഥകളൊക്കെ വരും. പിന്നാലെ എന്തായാലും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരിക്കും, അല്ലാതെ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതല്ല തന്നെ നമ്മൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി നോക്കിയാൽ ആരോഗ്യ പരിപാലന വ്യവസായമാണ്. അവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇൻഷുറൻസ് ആണ് അവരുടെ പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അവിടെ എനിക്കിതിനകത്ത് തോന്നുന്നത് ഇൻഷുറൻസ് പദ്ധതിയുടെ കവറേജ് ഇല്ലാത്തവർക്കും വേണ്ടി മാത്രമുള്ളതാണിത്. ഇത് ഇൻഷുറൻസ് കമ്പനികളുമായി സർക്കാർ ഉണ്ടാക്കുന്ന ടൈപ്പിലായിരിക്കാം പോകുന്നത്. അതുകൊണ്ടാണ് ഈ 10 കോടി രൂപ എന്ന് പറയുന്ന ടോക്കൺ കൊണ്ട് കരുതിയിരിക്കുന്നത്. ഒരു സ്കീം തുടങ്ങുക, അത് ഇൻഷുറൻസ് കമ്പനിയായിട്ട് വളരെ കൂടുതൽ ബാർഗൈൻ ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ ചർച്ചകൾ നടത്തി നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതിയാണ്. ഒരു സംശയമില്ല. പിന്നെ ഇത് മാത്രം വരുന്നൊരു കാര്യം, ഇൻഷുറൻസ് കമ്പനികൾ ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴാണ് വളരെ കൂടുതൽ വിവാദങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും പലർക്കും രോഗചികിത്സയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ബെനിഫിറ്റ് കിട്ടിയില്ല, ഇതിൻ്റെ പണത്തിന് വേണ്ടി ആളുകൾ നടക്കും. ഇന്നലെ തന്നെ TV ഡിസ്കഷൻ ഒരെണ്ണം ഞാൻ കണ്ടതിനകത്ത് അതായിരുന്നു പ്രധാന മെഡിസപ്പിന് വലിയ പരാതിയായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.